തിളച്ച ചായ ഊതി ഊതി കുടിക്കാനായിരുന്നു ഗുപ്തന് ഇഷ്ടം. എന്റെ ഗുപ്തൻ അവിടെ ഊതി ഊതി കുടിക്കട്ടെ. അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്നത് കോഴിക്കോട് ബീച്ചിനടുത്തുള്ള ജാത്തർ റെസ്റ്റോറന്റിലേക്കാണ് കേട്ടോ. ഇവിടുത്തെ ആംബിയൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ലക്ഷറിയസ് ഫീലാണ്. നല്ല ലൈറ്റിങ്ങും ഇന്റീരിയറും ഒക്കെ സെറ്റാണ്. ഞങ്ങൾ എത്തിയത് ഒരു ഈവനിങ് ടൈം ആയതിനെ കൊണ്ട് തന്നെ അത്യാവശ്യത്തിന് നല്ല തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ മെനു കാർഡൊക്കെ നോക്കിയിട്ട് എന്താ വേണ്ടെന്ന് ഓർഡർ ആക്കിയിട്ട് നമ്മളിങ്ങനെ കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നപ്പോഴത്തേക്കിനും നമ്മളെ സ്റ്റാർട്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് കഴിഞ്ഞിട്ടോ നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ആക്കിയനെ. സൂപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ഉണ്ടായിനെ. അങ്ങനെ നമ്മളെ മെയിൻ ഐറ്റം വന്നിക്കണം. നമ്മൾ ഇവിടുത്തെ ജാത്തർ റോയൽ പ്ലേറ്റർ കഴിഞ്ഞിട്ട് ഓർഡർ ആക്കിനെ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവര് രണ്ടാളും ഇത് മുഴുവനും തിന്ന് തീർക്കുമെന്ന്. നമ്മൾ മാത്രമല്ല കേട്ടോ, നമ്മളെ ഫാമിലി ആയിട്ട് തന്നെ വന്നിക്കണത്. ഇതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോർഷൻ റൈസ് വരുന്നുണ്ട്, പിന്നെ കുബൂസും ചിക്കന്റെ കുറെ വെറൈറ്റീസും ബീഫും പ്രോൺസും പിന്നെ ഫിഷും പിന്നെ ഡിപ്പ് വരുന്നുണ്ട്, പിന്നെ ഒരു ജഗ് ഫുള്ള് വാട്ടർമെലൺ ജ്യൂസും വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ തിന്നാൻ തുടങ്ങിയിരിക്കുന്നത്. റൈസും കുബൂസും ആദ്യം എടുത്ത് പിന്നെ എക്കത്തുനിന്നും കുറേശ്ശെ എടുത്തിക്കണം. എല്ലാം ടേസ്റ്റ് ചെയ്യണല്ലോ. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയാനൊന്നുമില്ല, ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് അവിടുന്ന് നേരെ ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് ബീച്ചിലേക്കാണ് കേട്ടോ. ഇനി കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ടിരുന്ന് മെല്ലെ വീട്ടിലേക്ക് പോവാന്ന് അങ്ങനെ വിചാരിച്ച്.